കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്വാഗതം. പല ആൾക്കാരും വിളിച്ചു ചോദിക്കേണ്ട ലക്കി കളർ അല്ലെങ്കിൽ ഓരോ ദിവസവും ധരിക്കേണ്ടതായിട്ടുള്ള നിറങ്ങൾ, വസ്ത്രങ്ങളുടെ നിറങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ. നമ്മുടെ ഈ കേരളം വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോംബെ, ഗുജറാത്ത്, ഡൽഹി ഇങ്ങനെയൊക്കെയുള്ള കുറേ സംസ്ഥാനങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ വേറെ ഓരോ പദാർത്ഥം തിങ്കളാഴ്ച തൈര് കൂട്ടിയിട്ടിറങ്ങും, ചൊവ്വാഴ്ച പഞ്ചസാര കൂട്ടിയിട്ടിറങ്ങും, പിന്നെ ബുധനാഴ്ച വെള്ളം, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയുണ്ട്. അതൊക്കെ ഏറ്റവും ഉത്തമമാണെന്നാണ് പറയുന്നത്. പോസിറ്റീവ് എനർജി കൂടാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ജ്യോതിശാസ്ത്രത്തിലും വിധിക്കുന്നുണ്ട്. കളറുകൾ, രത്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അതിനകത്ത് വിധിക്കുന്നുണ്ട്. നവരത്നം എന്തിനാണ് ഇടുന്നത്, നവരത്നം ഈ തൊട്ടുള്ളതുകൊണ്ട് പ്രയോജനം ഉണ്ടാണ്, നവരത്നത്തിൻ്റെ കല്ല് എങ്ങനെയാണ് വരേണ്ടത്, ഇന്ദ്രനീല ഏത് വിരലിലാണ് ധരിക്കേണ്ടത്, മഞ്ഞപ്പുഷിരാഗ് ഏത് വിരലിലാണ് ധരിക്കേണ്ടത്, മരതക ഏത് വിരലിലാണ് ധരിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ ജ്യോതിശാസ്ത്ര സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ്. എന്ന് പറഞ്ഞ പോലാണ് നമ്മൾ കളറുകൾ. അതേ ഒരാൾ എൻ്റെ വീടിന് പെയിൻ്റ് അടിക്കാൻ വരെ എന്നോട് കളർ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ലക്കി കളർ ഏത്. അത് ഗ്രഹനില വെച്ച് നോക്കിയതിന് ശേഷമാണ് നമ്മൾ കളറുകളും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. എന്നാലും പൊതുവായിട്ട് തിങ്കൾ മുതൽ ഞായർ വരെ ഏതൊക്കെ വസ്ത്രം സാമാന്യനെ ധരിക്കാമെന്ന് നമുക്ക് നോക്കിക്കളയാം. തിങ്കളാഴ്ച വെള്ള വസ്ത്രം, നല്ല തൂവെള്ള വസ്ത്രം ഇട്ട് പോകുന്നത് ഏറ്റവും ഭാഗ്യം കൂടുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെയൊക്കെ കാരണമുണ്ട്. തിങ്കളാഴ്ച വെള്ള വസ്ത്രം ഉപയോഗിക്കുക, ചൊവ്വാഴ്ച കാവി പോലുള്ള, ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ ഒരുപാട് ചുവപ്പ് കളറല്ലാത്ത വസ്ത്രം ഉപയോഗിക്കുക, ബുധനാഴ്ച ലൈറ്റ് മഞ്ഞ ഉപയോഗിക്കുക, ബുധൻ അത് കഴിഞ്ഞാൽ പിന്നെ ചൊവ്വ, ബുധൻ, വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ മഞ്ഞ വസ്ത്രം ഉപയോഗിക്കുക, വെള്ളിയാഴ്ച ദിവസം നല്ല കടും ചുവപ്പ് ഉപയോഗിക്കുക, ശനിയാഴ്ച കറുപ്പോ നീലയോ ഉപയോഗിക്കുക, ഞായറാഴ്ച ദിവസങ്ങളിൽ പല വർണ്ണങ്ങളുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാമെന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും അഗ്നിയുടെ നിറത്തോടു കൂടിയ, അഗ്നിയുടെ നിറം പച്ച, ചുവപ്പ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു അവസ്ഥാന്തരമാണ്, ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ മേടക്കൂറുകാർക്ക് ചുവപ്പ്, വെള്ള, ക്രീം ഇത് ഉത്തമമാണ്. ഇടവക്കൂറുകാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള, കറുപ്പ്, നീല ഇത് ഏറ്റവും ഉത്തമമാണ്. മിഥുനക്കൂറുകാർക്ക് കറുപ്പ്, നീല, ചുവപ്പ് ഇഷ്ടമെന്നല്ല, ധരിക്കാവുന്ന കളറാണ്. കർക്കിടകക്കൂറുകാർക്ക് വയലറ്റ്, യെല്ലോ, പിന്നെ ഒരു ചാരനിറമുള്ള വസ്ത്രം ധരിക്കാവുന്നതാണ്. ചിങ്ങക്കൂറുകാർക്ക് മഞ്ഞ, വെള്ള, ക്രീം കളർ ധരിക്കാവുന്നതാണ്. കന്നിക്കൂറുകാർക്ക് ചുവപ്പ്, പച്ച, വെള്ള ധരിക്കാവുന്നതാണ്. തുലാക്കൂറുകാർക്ക് ക്രീം കളറ്, ചാരക്കളറ്, നീലനിറം എന്നിവ ധരിക്കാവുന്നതാണ്. വൃശ്ചികക്കൂറുകാർക്ക് കടും ചുവപ്പ്, ലൈറ്റായിട്ടുള്ള നീല, അതുപോലെ സ്കൈ ബ്ലൂ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വൃശ്ചികക്കൂറുകാർക്ക് ധരിക്കാവുന്നതാണ്. ധനുക്കൂറുകാർക്ക് തൂവെള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ ചാരക്കളറുള്ള വസ്ത്രങ്ങൾ ഉത്തമമാണ്. ലൈറ്റ് ഷെയ്ഡുകളോട് കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് പിന്നെ നല്ലതാണ്. അതുപോലെ മകരക്കൂറുകാർക്ക് തൂവെള്ള, അതുപോലെ പച്ച, ചുവപ്പ്, കറുപ്പ് ഇത്രയും വസ്ത്രങ്ങൾ മകരക്കൂറുകാർക്ക് പറയുന്നുണ്ട്. കുംഭക്കൂറുകാർക്ക് എന്ന് പറഞ്ഞാൽ ലൈറ്റ് യെല്ലോ, തൂവെള്ള, കറുപ്പ് വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. കുംഭം, മീനക്കൂറുകാർക്ക് തൂവെള്ള ധരിക്കുന്നത് നല്ലതാണ്. അതുപോലെ ജലത്തിൻ്റെ കളറോട് കൂടിയിരിക്കുന്ന പച്ചിപ്പുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. വെള്ള വസ്ത്രം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പച്ച, നീല വസ്ത്രങ്ങളും ലൈറ്റ് നീലയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അപ്പോൾ ഈ ബലാബലങ്ങളോട് നോക്കണം. ഈ ലഗ്നബലം കൊണ്ട് നോക്കണം. മേടം തൊട്ട് മീനം വരെയുള്ള രാശിക്കാരുടെ ബലാബലങ്ങൾ, മേടൻ രാശിക്ക് ബലമുണ്ടോ, ഇടവൻ രാശിക്ക് ബലമുണ്ടോ, ഓരോ ചന്ദ്രൻ നിൽക്കുന്ന രാശിക്ക് ബലാബലങ്ങൾ നോക്കിയിട്ട് ഇല്ല എങ്കിൽ അതിൻ്റെ 3, 5, 7, 12 രാശിക്ക് ബലമുണ്ടെങ്കിൽ ആ രാശിക്ക് തത്തുല്യമായിട്ടുള്ള കളറുകൾ അല്ലെങ്കിൽ നിറങ്ങൾ നമുക്ക് ധരിക്കാമെന്നാണ് പറയപ്പെടുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിസ്സീമമായ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.